നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കിയാലോ. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ സന്തോഷിക്കാൻ സമയമായിരിക്കുന്നു. തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നു. ഈ വ്യക്തി ഇനി നിങ്ങളിലേക്ക് വരുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുവാനായി ശ്രമിക്കുക. നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് പലതരത്തിലുള്ള തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള നന്മയായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലെ നന്മ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് പ്രയത്നങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചതിന് ശേഷം ഈ വ്യക്തി എന്തൊക്കെയാണ് നേടിയിട്ടുള്ളത്, ഈ വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്, ഈ വ്യക്തിക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമോ അഭിപ്രായമോ ഇല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിരുന്നു ഈ പേഴ്സന്റെ ജീവിതത്തിലെ സന്തോഷമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്താൻ ഇനി സാധിക്കുകയില്ല. നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങളെ പല സാഹചര്യത്തിലും അവിശ്വസിക്കുക ചെയ്തിട്ടുണ്ട്. വിശ്വാസമില്ലാത്ത രീതിയിൽ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ചിന്തിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. അതും വളരെയധികം പശ്ചാത്താപത്തോടു കൂടിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അബദ്ധമായി പോയി എന്നും തെറ്റായി പോയി എന്നും ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഈ വ്യക്തിക്ക് പേടിയുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ. ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിലും ഈ വ്യക്തി ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ ഇനി ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. നിങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ചിന്താഗതിയിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഒറ്റക്കാണ്. ഈ വ്യക്തിയോടൊപ്പം യാതൊരു തരത്തിലുള്ള തേർഡ് പാർട്ടിയുമില്ല. തേർഡ് പാർട്ടി ഈ വ്യക്തിയെ അങ്ങേയറ്റം പറ്റിച്ചും കബളിപ്പിച്ചും ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി ഈ വ്യക്തിക്ക് ആരാണുള്ളത്? നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളെല്ലാം അബദ്ധമായി പോയി എന്നാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചന്ദ്രൻ ഉദിക്കാത്ത ഒരു ഇരുട്ടിൽ മറഞ്ഞു കിടക്കുകയാണ് ഈ വ്യക്തിയുടെ ജീവിതം. വെളിച്ചം വന്നിട്ടില്ല. ഈ വ്യക്തിയുടെ കറണ്ട് എനർജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഹൃദയം ഒരു താഴിട്ട് പൂട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇനി കടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ വേദനിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ പരിശുദ്ധമായ പ്രണയം മനസ്സിലാക്കാതെ ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഡിമാൻഡിങ് ഊർജത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കയറി പറ്റുക എന്ന് പറഞ്ഞാൽ നിസാരമായിട്ടുള്ള കാര്യമല്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും കഴിയും തോറും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ആദികളും വ്യാധികളും ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. കാരണം ഇവിടെ നല്ലവരാരാണ് മോശപ്പെട്ടവരാരാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ വ്യക്തി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. തേർഡ് പാർട്ടി ആണെങ്കിലോ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഓരോ നന്മകളും നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തേർഡ് പാർട്ടിയോട് അടങ്ങാത്ത കോപവും ദേഷ്യവും വാശിയും തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത്. എങ്കിലും തേർഡ് പാർട്ടിയെ ചെറിയ രീതിയിൽ പേടിക്കുന്നുമുണ്ട്. കാരണം എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു ആളാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ മൂന്നാമതായി വന്നിട്ടുള്ള ആളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇവിടെ ഇപ്പോൾ മല പോലെ പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. അതിനെയെല്ലാം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, പരിഹരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതത്തിലേക്ക് മുന്നോട്ട് വന്നു ചേരുക എന്നുള്ളതാണ് ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങളുമായി യാതൊരു കാരണവശാലും പുറകിലേക്ക് പോകാനോ ദൂരേക്ക് നടന്നു നീങ്ങാനോ ഈ വ്യക്തി തയ്യാറല്ല. നിങ്ങളാണ് ഏറ്റവും സത്യസന്ധരായ വ്യക്തികൾ. നിങ്ങളുടെ ഹൃദയം പോലെ വേറെ ആർക്കുമില്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. നിങ്ങളുമായി ഒരു റിയൂണിയൻ ഈ വ്യക്തി താല്പര്യപ്പെടുകയാണ്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂമിയോളം ക്ഷമിക്കുവാനും താഴുവാനും ഈ വ്യക്തി തയ്യാറാണ്. കാരണം ഒരു വ്യത്യാസത്തിന് വേണ്ടി, ഒരു ചേഞ്ചിന് വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചേഞ്ച് എന്ന് പറയുന്നത് എന്നേക്കുമായിട്ടുള്ള ഒരു വ്യത്യാസത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് ഈ വ്യക്തിയെ ഈ നിലയിൽ എത്തിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വ്യക്തി ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. നിങ്ങളുടെ വിജയം മാത്രമാണ്. കാരണം നിങ്ങളുടെ സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ആ ഒരു അപ്രിസിയേഷൻ തരേണ്ടത്. നിങ്ങളെ തന്നെയാണ് കൺഗ്രാറ്റുലേഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് ഈ വ്യക്തി അത്രമേൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസവും ആത്മാർത്ഥ സ്നേഹവും എന്നുള്ളത് പിടിച്ചു വാങ്ങുവാനും തട്ടിപ്പറിക്കുവാനും പറ്റുന്ന ഒന്നല്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. പണം വേറെ പ്രണയം വേറെ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. തേർഡ് പാർട്ടിക്ക് പണം മാത്രം മതിയായിരുന്നു. എന്നാൽ നിങ്ങൾക്കാണെങ്കിലോ ആത്മാർത്ഥ സ്നേഹവും. ഈ വ്യക്തി പലപ്പോഴും പണത്തിന് പ്രാധാന്യം നൽകി. പണം മാത്രമാണ് എല്ലാമെന്ന് പലപ്പോഴും ചിന്തിച്ചു, അഹങ്കരിച്ചു. അങ്ങനെ നിങ്ങളുടെ പ്രണയത്തെ നിരസിച്ചു, വേണ്ട എന്ന് വെച്ചു. ഇതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മാത്രം മതി. കാരണം ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ, സ്നേഹം അനുഭവിക്കണമെങ്കിൽ, പോസിറ്റീവായി നടക്കണമെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൂടിയേ തീരുവെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിലാണെങ്കിലും മറ്റ് പ്രവർത്തന സമയങ്ങളിലാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യുവാൻ ഈ വ്യക്തി തയ്യാറാണ്. കാരണം നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ഇനി എന്ത് ജീവിതമെന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടി ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി അധികമായി തന്നെ വന്നിട്ടുണ്ട്. വാശിയേറിയ പോരാട്ടത്തിന്റെയും വളരെ പെട്ടെന്നെടുക്കുന്ന തീരുമാനത്തിന്റെയും വേഗതയേറിയ ഊർജത്തെയും സൂചിപ്പിക്കുന്നതാണ് നൈറ്റ് ഓഫ് സോർട്സ്. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ എടുക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുകയാണ്. ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ വായന എന്ന് പറയുന്നത്.
സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.